ജീവനൊടുക്കിയ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ച് സഹപാഠികൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 33 വിദ്യാർത്ഥികളാണ് വീട് സന്ദർശിച്ചത്. നിതിൻ രാജിന്റെ അമ്മയെ കണ്ട വിദ്യാർത്ഥികൾ വിങ്ങിപ്പൊട്ടി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, എന്തായാലും നഷ്ടമായതാണ് നിതിനെ. പക്ഷേ നിതിന് നീതി കിട്ടാൻ വേണ്ടി ഇപ്പോഴും പ്രതിഷേധത്തിലുള്ള വിദ്യാർത്ഥികളാണ് കുടുംബത്തെ കാണാനായി തിരുവനന്തപുരത്ത് എത്തിയത്. രുചിഷ, അല്പസമയം മുമ്പാണ് ഈ തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴമലയ്ക്കലുള്ള നിതിൻ രാജിൻ്റെ വീട്ടിൽ സുഹൃത്തുക്കൾ എത്തിയത്. നിതിൻ്റെ കൂടെ പഠിക്കുന്ന 1ാം വർഷ വിദ്യാർത്ഥികളാണ് എത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. 33 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. നിതിൻ്റെ മരണത്തിന് ശേഷം ഇതാദ്യമായാണ് കോളേജിൻ്റെ ഭാഗമായിട്ട് ഇത്രയധികം വിദ്യാർത്ഥികൾ നിതിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവർ അമ്മയോടും അതിനോടൊപ്പം തന്നെ വീട്ടിലുണ്ടായിരുന്ന അച്ഛനോടും സഹോദരങ്ങളോടും സംസാരിച്ചു. വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അത്. കാരണം തൻ്റെ മകൻ എവിടെ, കുട്ടു എവിടെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ അമ്മ വിദ്യാർത്ഥികളോടും സഹപാഠികളോടും പൊട്ടിക്കരഞ്ഞത്. ഒപ്പം തന്നെ അച്ഛനും വിങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായിരുന്നു. ആ വിദ്യാർത്ഥികൾക്കും ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ രംഗങ്ങൾ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരും ഈ മാതാപിതാക്കളോടൊപ്പം കൂടെ കരയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം തങ്ങളുടെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥി ജാതീയമായി അധിക്ഷേപം നേരിട്ടുകൊണ്ട് തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പോകുന്ന ഒരവസ്ഥയിലാണ് ആ വിദ്യാർത്ഥികളടക്കമുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ അടക്കം സമ്മർദ്ദമുണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ നിതിൻ്റെ മരണാന്തര ചടങ്ങുകൾ കാണാൻ പോലും ആ സഹപാഠികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയധികം ദിവസത്തിന് ശേഷം എല്ലാ സമ്മർദ്ദങ്ങൾക്കും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ വകവയ്ക്കാതെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിതിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. അവസാനമായിട്ട് നിതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ, അവരുടെ സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പക്ഷേ ഈ സംഭവത്തിനിടയിൽ ഈ വിദ്യാർത്ഥികൾ വന്നതിന് പിന്നാലെ അമ്മ കുഴഞ്ഞു വീണു. അവരെ ഇപ്പോൾ അടുത്തുള്ള മുറിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. രുചീഷ്.